ഇങ്ങനെ ലോകത്തിന് സമാധാനം നൽകിയ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം എത്രമാത്രമാണെന്ന് നാം മനസ്സിലാക്കണ്ടേ? ആ ഹബീബായ തങ്ങൾക്ക് നമ്മോടുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് മനസ്സിലാക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, ഇതാ കേട്ടോളിൻ. ഒരിക്കൽ ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് പിടിക്കാൻ അസ്റായീൽ കടന്നു വരികയാം. അങ്ങനെ അതാ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തണ്ടൻ കാലിലൂടെ റൂഹ് പിടിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് മഹദിയായ തന്റെ ഇണയായ തുണയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായോട് പറയുകയാം, യാ ആയിഷ, അല്ലയോ ആയിഷ റളിയല്ലാഹു അൻഹാ, ഇന്നലിൽ മൗതിൽ സഖറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹായോട് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് അസ്റായീൽ ആ സമയത്ത് പറഞ്ഞത് എന്താണെന്നറിയുമോ? യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ പ്രവാചകരെ, ഏറ്റവും നല്ല മയത്തോടു കൂടിയാണ് ഞാൻ അങ്ങയുടെ റൂഹ് പിടിക്കുന്നത് നബിയേ. ഇത്രയും നല്ല മയത്തോടുകൂടി ഇത്രയും നല്ല മഹത്വം, ഇത്രയും നല്ല മയത്തോടുകൂടി ഞാൻ ആരുടെയും റൂഹ് പിടിച്ചിട്ടില്ല നബിയേ. അങ്ങയുടെ റൂഹാണ് ഞാൻ ഇങ്ങനെ ഇത്രയും നല്ല മയത്തോടുകൂടി നാം പിടിക്കുന്നതെന്ന് പറയുമ്പോൾ അവിടുന്ന് വേദനയെടുത്ത ഹബീബായ തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയുമോ? ഇത്രയും മയത്തോടുകൂടി എന്റെ റൂഹ് പിടിക്കുമ്പോ ഇത്രമാത്രം വേദനയുണ്ടെങ്കിൽ എന്റെ ഉമ്മത്തീങ്ങളുടെ റൂഹ് പിടിക്കുമ്പോൾ എത്രമാത്രം വേദനയായിരിക്കും അസ്റായീലേ. അതുകൊണ്ട് എന്റെ ഉമ്മത്തീങ്ങളുടെ എല്ലാവരുടെയും മരണവേദന എന്നിലൂടെ ഒന്ന് തീർക്കുമോ അസ്റായീലേ എന്ന് പറഞ്ഞ ആ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം നാം മനസ്സിലാക്കണേ പ്രിയമുള്ളവരെ. അവസാന സമയത്തും എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഹബീബായ തങ്ങൾ പൊട്ടിക്കരയുകയാ. അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഹബീബായ തങ്ങളുടെ ആ കവിളിലൂടെ ഇങ്ങനെ കണ്ണുനീരൊഴുകുമ്പോൾ ഉണ്ടല്ലോ, ആ മുബാറക്കായ കവിൾ തടത്തിലെല്ലാം പാടുകൾ വീഴുകയാ. ഇത് കണ്ടുകൊണ്ട് സഹിക്കാൻ വയ്യാതെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്തിനാണ് നബിയെ അങ്ങ് കരയുന്നത്, അങ്ങ് വിഷമിക്കുന്നത്? അങ്ങക്കല്ലാതെ ആർക്കാണ് അല്ലാഹു സ്വർഗം നൽകുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകരോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബത്തേ, ഞാൻ എന്നെ ഓർത്തുകൊണ്ടല്ല കരയുന്നത്, എന്നെ ഓർത്തുകൊണ്ടല്ല ഞാൻ വിഷമിക്കുന്നത്. പിന്നെ ആരെയാണെന്നറിയുമോ? എനിക്ക് ശേഷം ഒരു സമുദായം വരും അബൂബക്കറേ റളിയല്ലാഹു അൻഹു, എനിക്ക് ശേഷം ഒരു സമുദായം വരും സഹാബത്തെ. അവരെന്നെ കണ്ടിട്ടില്ല, എന്റെ നിഴല് പോലും കണ്ടിട്ടില്ല. എന്നിട്ടും എന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട്, ഹദീസുകൾ പറഞ്ഞതനുസരിച്ചുകൊണ്ട് അവര് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയും പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനം നടത്തുകയും ചെയ്യുന്നവരാണ്. അവരെ എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്തുകൊണ്ട് അവസാന സമയത്തും ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ
മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറന്നു പോകല്ലേ. ആ ഹബീബായ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാൻ മടി കാണിക്കല്ലേ മുസ്ലിമേ.